ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ബേസിക് ലെവൽ സീരീസിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്നത് പേര് പോലെ തന്നെ ഏറ്റവും ബേസിക് ആയതും ഇമ്പോർട്ടൻ്റ് ആയതുമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അതിലെ ലെറ്ററിൻ്റെയും ലെറ്റർ ചേർന്നുണ്ടാകുന്ന വേർഡ്സിൻ്റെയും ഉച്ചാരണം. പ്രൊനൗൺസിയേഷൻ കൃത്യമായി അറിഞ്ഞിരുന്നാലേ തെറ്റുകൂടാതെ എഴുതാനും വായിക്കാനും കഴിയും. അക്ഷരം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവ കൃത്യമായും മനസ്സിലാകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലെസൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക. എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് പേരൻസ് ഇവ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പേരൻസ് ആണ് ഇത് കാണുന്നതെങ്കിൽ ഒരു ബുക്കും പേനയും എടുത്തു വെച്ച് വലുപ്പത്തിൽ എഴുതിയെടുത്ത് കളർ പെൻസിൽ കൊടുത്ത് ഭംഗിയാക്കി കുട്ടികളെ കൊണ്ട് ദിവസവും വായിപ്പിക്കുക. ദിവസവും ചെയ്താൽ അവർക്ക് ഈസിയായി വായിക്കാൻ പറ്റും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുവാനും കഴിയും. വേർഡുകൾ ബൈഹാർട്ടായി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആകെ 26 ലെറ്റേഴ്സാണുള്ളത് അല്ലേ. ഇതിൽ 5 സ്വരാക്ഷരങ്ങൾ വവൽസ്, 21 വ്യഞ്ജനാക്ഷരങ്ങൾ കൺസണൻസ്. ഇവയെ കൊണ്ടാണ് ആയിരക്കണക്കിന് വേർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കാദ്യം വവൽസിൻ്റെ ഉച്ചാരണം നോക്കാം. എ, ഇ, ഐ, ഒ, യു എന്നിവയാണ് 5 വവൽസ്. മലയാളത്തിൽ അ, ആ, ഇ, ഈ എന്നിങ്ങനെയുള്ള സ്വരങ്ങൾ പോലെ തന്നെ ഇംഗ്ലീഷ് വാക്കുകൾക്ക് സ്വരങ്ങൾ നൽകുന്നവയാണ് ഇവയെല്ലാം. ഈ വേർഡ്സ് സൗണ്ടുകൾ ഉച്ചരിക്കുന്നത് വായുടെ എവിടെയും ടച്ച് ചെയ്യാതെ ഫ്ലോസ് ആയിട്ടാണ്. എല്ലാ വവൽസിനും ഷോർട്ട് സൗണ്ടും ലോങ് സൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ CVC+E റൂൾ പ്രകാരം, അതായത് കോൺസണൻറ്റ് വവൽ കോൺസണൻറ്റ് ഇ എന്ന രീതിയിൽ എൻഡിൽ വരുന്ന ഇ അവിടെ സൈലൻറ്റ് സൗണ്ട് ആയിരിക്കും. ഇനി വവൽ കോൺസണൻ്റ് വവൽ ഈ രീതിയിലായാലും ഈ അവിടെ സൈലൻറ്റ് സൗണ്ടിലാണ് ഉണ്ടാവുക. എന്നാൽ ഓ ആണ് വരുന്നതെങ്കിൽ അവിടെ ഓക്ക് സൗണ്ട് ഉണ്ടാവും. ഇനി എ എന്ന ലെറ്റർ ഷോർട്ട് സൗണ്ടിൽ എങ്ങനെ ഉച്ചരിക്കും? എ എന്ന ലെറ്ററിൻ്റെ സൗണ്ട് അ എന്നാണ്. അ ഇത് ആക്കും എക്കും ഇടയിലായിട്ടുള്ള ഒരു സൗണ്ട്. ഇതിൻ്റെ ആൽഫബറ്റ് സൗണ്ട് എ എന്നാണ്. എന്നാൽ ഈ ഒരു സൗണ്ട് എ വരുന്ന എല്ലാ സ്ഥലത്തും വരാറില്ല. എ ഗോ, എ ജി സൗണ്ട് ഗ, ഓ എ ഗോ. അ ലിവ്, എ എൽ ല് വി വ്, ഐയുടെ സൗണ്ട് ഇ, അ ലിവ്. അബവ്, അ ബി ബ്, ഓ അബവ്. എന്നാൽ ലോങ് സൗണ്ട് 2 രീതിയിൽ വരുന്നുണ്ട്. എ എന്ന സൗണ്ടിലും എ, ആ എന്നിങ്ങനെ 2 സൗണ്ട് നമുക്ക് നോക്കാം. കാറ്റ്, കാറ്റ്. സിക്ക് 2 സൗണ്ടാണ്. ക്ക് എന്നൊരു സൗണ്ട്, പിന്നെ സ്, ഖ്. ഇവിടെ ഖ് എന്നാണ് സൗണ്ട് എടുക്കുന്നത്. ഖ്, കാറ്റ്. ടി ട്, കാറ്റ്. ബാൾ, ബി ബ്, ബാൾ. ആണ്ട്, ആണ്ട്. എൻ സൗണ്ട് ഇൻ, ആണ്ട്. ഇനി മറ്റൊരു ലോങ് സൗണ്ട് എ എന്ന് വരുന്നത്. കേക്ക്, കേക്ക്. ക, സി, ക, കേക്ക്. മേക്ക്, മേക്ക്. എം എന്ന സൗണ്ടാണ് മ്, മേക്ക്. ഇവിടെ CVC ഓർഡറിലാണ് വന്നിരിക്കുന്നത് ലെറ്റേഴ്സ്. ഈ ഇവിടെ സൈലൻ്റ് ആണ്. ഇനി എയ്റ്റ്, എയ്റ്റ്. എ, എയ്റ്റ്. ഗ്രേപ്പ്, ഗ്രേപ്പ്. GRൻ്റെ സൗണ്ട് ഗ്രേ എന്ന ബ്ലെൻഡിങ് സൗണ്ടാണ്. ഗ്രേപ്പ്, ഏപ്പ്. ഏജ്, ഏജ്. ഇവിടെ ജിക്ക് ജ എന്ന സൗണ്ടാണ് ഉള്ളത്. ജ്, ജ്, ഏജ്. അതുപോലെ മിക്ക വേർഡുകളുടെയും അവസാനം വെറുതെ ഒരു ഇ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അവിടെ ഈക്ക് സൗണ്ട് ഉണ്ടാവില്ല അല്ലേ. എന്തിനാണ് അങ്ങനെ ഇ ഇടുന്നത്? അതായത് അതിന് മുന്നേ വരുന്ന വോവൽ, ആ വോവലിന് അതിൻ്റെ ആൽഫബറ്റ് സൗണ്ട് തന്നെയാണ് എന്ന് കാണിക്കാനായിട്ടാണ് അവസാനമായി ഒരു ഇ എഴുതുന്നത്. അതുപോലെ എ എന്ന വവൽ ലെറ്റർ ആവർത്തിച്ച് ഇടകലർന്ന് വരുമ്പോൾ
അവസാനം വരുന്ന എക്ക് മുമ്പേ വരുന്ന എ മാത്രമാണ് ലോങ് സൗണ്ടിൽ വായിക്കുന്നത്. ഇതുപോലെ ബനാന, ബനാന, ബനാന. മലയാളം, മലയാളം, മലയാളം. അതുപോലെ എ ഒരു വേർഡിൽ രണ്ടാമതായിട്ടാണ് വരുന്നതെങ്കിൽ, മറ്റു വവൽസ് ഒന്നും അതിലില്ലെങ്കിൽ ആ എ നമ്മൾ ലോങ് സൗണ്ടിൽ തന്നെയാണ് വായിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഡാർക്ക്, പാസ്റ്റ്, കാൻ, പാർട്ട്, ഇങ്ങനെ. ഇനി ഈയുടെ സൗണ്ട് എ എന്നാണ്. എ ഷോർട്ട് സൗണ്ട് നോക്കിയാൽ എൻഡ്, എൻഡ്, ഇ എൻ ഡി, ഇ എ എൻ ഡി ഡ്, എൻഡ്. മെറ്റ്, മെറ്റ്, എം ഇ ടി, എം ഇ എ ടി ട്, മെറ്റ്. ലഗ്, ലഗ്, എൽ ഇ ജി, എൽ ൽ ഇ എ ജി ഗ, ലഗ്. ഇനി ലോങ് സൗണ്ട് നോക്കിയാൽ മീ, എം ഇ, എം ഇ, മീ. ഇതുപോലെ ഒറ്റ വവൽ ലെറ്ററായി ഈ എൻഡിൽ വരുമ്പോൾ ഇ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇ. മീ, വി, ഡബ്ല്യു ഇ, ഡബ്ല്യുവിൻ്റെ സൗണ്ട് വ, വി. ബി, ബ് ഇ, ബി. ഷീ, എസ് എച്ച് ഇ, ഷീ. എസ് സൗണ്ട് സ് എന്നാണ്. എച്ചിൻ്റെ സൗണ്ട് ഹ്, ഹ. എന്നാൽ എസ്സും എച്ചും ഒന്നിച്ച് വരുമ്പോൾ ഷ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഷ്, എസ് എച്ച് ഇ, ഷീ. ഇവിടെ എൻഡിൽ ഈക്ക് സൗണ്ടുണ്ട്, കാരണം ഇതിൽ മറ്റു വവൽസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. ലീഫ്, ലീഫ്, എൽ ഇ എ എഫ്, എൽ ൽ ഇ ഫ്, എഫ്, എഫിൻ്റെ സൗണ്ട് ഫ്, ലീഫ്. ഇവിടെ ഇ എ എന്നിവ ഒന്നിച്ചു വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ എ ഇതിനെ ഫസ്റ്റ് ലെറ്റർ സൗണ്ട് തന്നെ ലോങ് ആയി ഉച്ചരിക്കുന്നു, ഈ എന്ന്. ഇനി ഈസ്റ്റ്, ഈസ്റ്റ്. ഇവിടെ ഈ എന്നാണ് ഉച്ചരിക്കുന്നത്, ഈസ്റ്റ്. എസ് ടി, എസിൻ്റെ സൗണ്ട് സ്, ടി ടി. രണ്ടും എസ്സും ടിയും ഒന്നിച്ച് വരുമ്പോൾ അതിൻ്റെ ബ്ലെൻഡിങ് സൗണ്ട് സ്റ്റ് എന്നാണ്. ഇനി ഈ എന്നിങ്ങനെ രണ്ടും ഒന്നിച്ച് വരുമ്പോൾ ഈ എന്ന ലോങ് സൗണ്ടിൽ വേണം വായിക്കാൻ. മീറ്റ്, എം ഇ ഇ ടി, മീറ്റ്. ബി, ബി ബ് ഇ ഇ. ഇതുപോലെ രണ്ട് ഈ ഒന്നിച്ച് വരുമ്പോഴും ലോങ് സൗണ്ടിൽ വേണം ഈ വായിക്കാൻ. ഐയുടെ സൗണ്ട് ഇ ഐ. ഇതിൻ്റെ ഷോർട്ട് സൗണ്ട് ലിപ്പ്, എൽ ഐ പി, എൽ ൽ ഐ ഇ പി പ്, ലിപ്പ്. ഫിഷ്, എഫ് ഫ്, ഐ ഇ എസ് എച്ചിൻ്റെ സൗണ്ട് ഷ, ഫിഷ്. പിഗ്, പിഗ്, പി പ്, പിഗ്, ഗ, ജിക്ക് ഗ, പിഗ്. നിബ്, എൻ ഐ ബി, എൻ, എൻ ഐ ഇ ബി ബ്, നിബ്. ഇനി ലോങ് സൗണ്ട് നോക്കിയാൽ ഐസ്, ഐ സി ഇ, ഐസ്. ഇവിടെ ഐക്ക് ഐ എന്ന സൗണ്ട് തന്നെയാണ്, ഐ ലോങ് സൗണ്ടാണത്, ഐസ്. ബൈക്ക്, ബി ബ്, ഐ ക്ക്, കേക്ക് ക്ക്, ബൈക്ക്. ഇവിടെ ഈ സൈലൻ്റാണ്, ബൈക്ക്, ബൈക്ക്. ഐ ഒന്നും കൂടി ലോങ് സൗണ്ടിൽ ഉച്ചരിക്കുന്നു. ടൈ, ടി ഐ ഇ, ടൈ. ടി ട് ഐ, ടൈ. ഐക്ക് ഇവിടെ ഐ എന്താണ്, ആൽഫബറ്റിൻ്റെ സൗണ്ട് തന്നെയാണ്, ഐ. ഇനി ഓയുടെ സൗണ്ട്, ഓയുടെ സൗണ്ട് ഓ എന്നാണ്. ഡബിൾ ഒ വരുമ്പോൾ ഷോർട്ട് സൗണ്ടും ലോങ് സൗണ്ടും വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡോർ, ഇവിടെ ലോങ് സൗണ്ടാണ്. എന്നാൽ ലുക്ക്, കുക്ക് ഇവിടെ ഷോർട്ട് സൗണ്ടാണ്.
ഇനി ഷോർട്ട് സൗണ്ടിൽ വരുമ്പോൾ ഗോ, ഗോ, ജി ഒ, ജിക്ക് ഗ എന്നാണ് സൗണ്ട്, ഗോ. ഓൺലി, ഓ, ഓൺലി, ഓ, ഇന്നിന് ഇൻ, എൽ, ല്, ഓൺലി, വൈക്ക് ഇവിടെ ഈ സൗണ്ട്, ഓൺലി. ഇനി ലോങ് സൗണ്ട് നോക്കിയാൽ ഹോട്ട്, ഹോട്ട്, എച്ച് ഒ ടി, ഹോട്ട്, എച്ചിൻ്റെ സൗണ്ട് ഹ, ഹോട്ട്, ടി, ട്, ഹോട്ട്. ലോങ് സൗണ്ടാണ്. ഹോട്ട്, ബോട്ട്, ബി, ബ്, ഒ എ, ഒ എ ഒന്നിച്ച് വരുമ്പോൾ ഓയുടെ സൗണ്ട് തന്നെ ലോങ് ആയിട്ട് എടുക്കുന്നു, ബോട്ട്, ബോട്ട്. ഹോം, എച്ച് ഒ എം ഇ, ഹോം, എച്ച് ഹ്, ഹോം. ഇവിടെ ഈ സൈലൻ്റ് ആണ്. ഓൺ, ഓ, ഓൺ, ഓൺ, ഓഫ്, ഓഫ്, ഓഫ്. യു, ഇനി യു എന്ന വവൽ ലെറ്ററിൻ്റെ സൗണ്ട് ഉ, ആ എന്നീ രണ്ട് സൗണ്ടുകൾ ഈ ലെറ്ററിനുണ്ട്, ഉ, ആ. ചില സ്ഥലത്ത് യു എന്ന സൗണ്ട് ഉണ്ട്. ഇനി ഷോർട്ട് സൗണ്ട്, ഷോർട്ട് സൗണ്ട് നോക്കി കഴിഞ്ഞാൽ ബൺ, ബൺ, ബി യു എൻ, ബ്, ബി, ബ്, യു. ഇവിടെ ആ എന്ന സൗണ്ടാണ് യുക്ക്, ബൺ, ആ, ബൺ. എന്നിന് ഇവിടെ സൗണ്ട് ഇൺ എന്ന ഒരു സൗണ്ടാണ്, ഇൻ അല്ല ഇൺ, ഇൺ, ബൺ. ബസ്, 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 ബി യു എസ്, ബസ്. അപ്പ്, യു പി, അപ്പ്, ഇവിടെ യുവിന് ആ എന്ന സൗണ്ടാണ്, അപ്പ്. യുനിക്, യുനിക്, യു, എൻ, എന്നിന് ന എന്ന അതേ സൗണ്ട് തന്നെയാണ് വരുന്നത്, ന, യുനിക്, നിക്, യുനിക്. ഇനി ലോങ് സൗണ്ട് നോക്കിയാൽ ക്യൂട്ട്, ക്യൂ, സി, ക, യു, ക്യൂട്ട്, ടി സൈലൻ്റ് ആണ്. ട്യൂൺ, ടി, ട്, ട്യൂൺ, യൂസ്, യു, യൂസ്, സ്, സ്, ഈ സൈലൻ്റ് ആണ്, ട്യൂൺ, യൂസ്. ഓക്കെ. ഇതുപോലെ വൈ എന്ന ഒരു ലെറ്റർ കൂടി വവലായി വേർഡ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ വവൽസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും, കാരണം പല വേർഡ്സുകളിലും വൈക്ക് വവൽസിൻ്റെ സൗണ്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ ഒരു വേർഡ് പറഞ്ഞത് ഓൺലി, ഇവിടെ വൈക്ക് ഇ എന്ന സൗണ്ടാണ്. എനി, ഇവിടെ ഈ സൗണ്ടാണ്. ബൈ, ബി വൈ, ബൈ, എഫ് എൽ വൈ, ഫ്ലൈ, ഇവിടെ രണ്ട് സ്ഥലത്തും വൈക്ക് ഐ എന്ന സൗണ്ടാണുള്ളത്. അതുപോലെ ലേ, എൽ എ വൈ, ലേ, എം എ വൈ, മേ. ഇവിടെ എന്താണ്, ഇവിടെ വൈയെ ഒരു വവലായി കണക്കാക്കിക്കൊണ്ട് എ എന്ന വവലിനെ തന്നെ ലോങ് സൗണ്ടിൽ ഉച്ചരിക്കുകയാണ്. എന്നാൽ വൈ ഫസ്റ്റ് ലെറ്ററായി വരുമ്പോൾ ഇതിന് യ എന്ന സൗണ്ട്. യെല്ലോ, യെല്ലോ, വൈ ഇ എൽ എൽ ഒ ഡബ്ല്യു, യെല്ലോ. യു, വൈ ഒ യു, യു. യാർഡ്, വൈ എ ആർ ഡി, യാർഡ്. യാൺ എന്നിങ്ങനെയും ഉച്ചരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊനൗൺസിയേഷൻ്റെ ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് പാരൻസും ഇവയൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക. ഇനി മറ്റ് വവൽസിൻ്റെ മറ്റ് ബ്ലെൻഡിങ് സൗണ്ടുകളും അതുപോലെ തന്നെ കൺസണൻറ്റ് സൗണ്ട്സുകളും ഒക്കെ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അവയുമായി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.